ശബരിമല സ്വർണ്ണക്കള്ള കേസിലെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. പല കേസുകളിലും ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം നേടി പ്രതികൾ പുറത്തിറങ്ങാറുണ്ട്. എന്താണ് സ്വാഭാവിക ജാമ്യം? കോഡ് പരിശോധിക്കുന്നു. ഡിഫോൾട്ട് ബെയിൽ, സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്നൊക്കെ വിളിക്കുന്ന സ്വാഭാവിക ജാമ്യം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട അവകാശമാണ്. പ്രതി ചേർക്കപ്പെട്ട ആൾക്കെതിരെ അന്വേഷണം നടത്തി എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് നിയമം. ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കേസിന്റെ പ്രാധാന്യവും ആഴവും കണക്കിലെടുത്ത് വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യം നിഷേധിക്കുന്ന പ്രതികൾക്കും സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങാനാകും. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കൃത്യമായ സമയപരിധിയുണ്ട്. 10 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കി 60 ദിവസത്തിനുള്ളിലും വധശിക്ഷയോ ജീവപര്യന്തമോ 10 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയോ ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ 90 ദിവസത്തിനുള്ളിലും തീവ്രവാദ കേസുകളിലും മറ്റും 180 ദിവസത്തിനുള്ളിലും കുറ്റപത്രം സമർപ്പിക്കണം. നിയമം അനുശാസിക്കുന്ന സമയപരിധിക്കുള്ളിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ പോലീസിന് സാധിക്കാതെ വന്നാൽ പ്രതിക്ക് ലഭിക്കുന്ന ജാമ്യത്തെയാണ് സ്വാഭാവിക ജാമ്യം എന്ന് പറയുന്നത്. അന്വേഷണ ഏജൻസികൾ കുറ്റപത്രം സമയപരിധിക്കുള്ളിൽ നൽകിയില്ലെങ്കിൽ ജാമ്യം ലഭിക്കുക എന്നത് പ്രതിയുടെ നിയമപരമായ അവകാശമാണ്. അതിൽ പിന്നെ എന്ത് ഗുരുതര കുറ്റകൃത്യമാണെങ്കിലും ജാമ്യം നൽകാതിരിക്കാൻ കോടതിക്ക് നിയമപരമായി കഴിയില്ല. കുറ്റപത്രം സമർപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞാലുടൻ ജാമ്യത്തിനായി കോടതിയിൽ അപേക്ഷ നൽകണം. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് അപേക്ഷ നൽകിയാൽ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ എന്നുണ്ട്. സാധാരണ ജാമ്യത്തിൽ എന്ന പോലെ കോടതി നിശ്ചയിക്കുന്ന ബോണ്ടുകളും മറ്റുപാധികളും ഇത്തരം സ്വാഭാവിക ജാമ്യത്തിലും പാലിക്കണം. പലപ്പോഴും സ്വാഭാവിക ജാമ്യത്തിന് അർഹത നേടുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ്. കൃത്യമായി അന്വേഷണം പൂർത്തിയാക്കി വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ നിയമപരമായ ലക്ഷ്യം. വിചാരണ തടവുകാരെ അനിശ്ചിതകാലം ജയിലിലടയ്ക്കുന്നത് തടയാനും വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും സ്വാഭാവിക ജാമ്യം സഹായകരമാകുന്നുണ്ട്.